ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങ വറുത്തരച്ച കൊഞ്ച് തീയൽ തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി 250 ഗ്രാം അളവിലുള്ള മീഡിയം വലുപ്പത്തിലുള്ള കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ഞാനിവിടെ നേരത്തെ തന്നെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരകിയതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, 4-5 ചെറിയുള്ളി അരിഞ്ഞത് ഇത്രയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്തതാണ് ഇത്. ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്താൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് തേങ്ങയിൽ നിന്നും എണ്ണ ഇറങ്ങി വരികയുള്ളൂ. അതുമാത്രമല്ല, കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിനും ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി വേണ്ടത് ഒരു സവാള, ഒരു തക്കാളി, 10-12 ചെറിയുള്ളി, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഉള്ളിയും സവാളയും ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്തൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി ഒന്ന് കുതിർക്കാനായി എടുത്തു വെക്കാം. വഴറ്റിക്കൊണ്ടിരിക്കുന്ന തക്കാളിയിലേക്കും സവാളയിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ചിതിൽ കിടന്ന് ഒന്ന് ചൂടായി കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു 2-3 മിനിറ്റ് ചൂടായതിനു ശേഷം മാത്രം നേരത്തെ എടുത്തു മാറ്റി വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർന്ന് കൊടുക്കാം. പിന്നീട് തീയലിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ദാ ഇപ്പോൾ ഗ്രേവി എല്ലാം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയിൽ നിന്ന് നന്നായിട്ട് എണ്ണയെല്ലാം ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ ഇനി ഇതിന് താളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല.
ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള കൊഞ്ച് തീയൽ എളുപ്പത്തിലിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെച്ചതുകൊണ്ട് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കേണ്ടതാണ്. ഇരുമ്പ് ചീനിച്ചട്ടിക്ക് പകരം മൺചട്ടിയിലാണ് കറി വെക്കുന്നതെങ്കിൽ അതിൽ തന്നെ കറി വെച്ചിരുന്ന് ആവശ്യാനുസരണം എടുത്തു കൂട്ടുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. താങ്ക്